പോവുകയാണ്. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, അങ്ങ് കോൺഗ്രസിന്റെ സഹയാത്രികൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് അയോധ്യ സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്നതാണ് ഈ വിഷയം. അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം RVS മണിയുടെ പുസ്തകം വായിച്ചിട്ടില്ല. ഓക്കെ, ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതില് ഡിസംബർ 8 2008 പാർലമെന്റിൽ ചിദംബരം കൊടുത്ത സൂമോട്ടോ റിപ്ലൈ ഉണ്ട്. സാർ ഒന്ന് വായിച്ചു നോക്കണം. കോൺഗ്രസിന് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞില്ലേ. ചിദംബരം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നോ പാകിസ്ഥാനിൽ ഒരു ഭീകരാക്രമണം മുംബൈയിലേക്ക് നടക്കാൻ പോകുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നു? ചിദംബരന്റെ റിപ്ലൈ ആയിരുന്നു യെസ്, വി ഹാഡ് ഇൻഫർമേഷൻ. ഒരു ഷിപ്പ്, ഒരു ബോട്ട് പാകിസ്ഥാനിൽ പുറപ്പെട്ടു എന്നുള്ള ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി ഇന്റലിജൻസിന്. പക്ഷേ പിന്നെ കോസ്റ്റ് ഗാർഡിനെയും നേവിയെയും ഞങ്ങൾ അലേർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡും നേവിയുടെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങളിത് നോക്കണ്ട, ബിക്കോസ് ഇനി ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല, അത് കാരണം നിങ്ങൾ ഈ സെർച്ച് അബാൻഡൻ ചെയ്യുമെന്ന്. ഇത് ചിദംബരത്തിന്റെ പാർലമെന്റിലുള്ള റിപ്ലൈ ആണ്. അപ്പൊ കോൺഗ്രസിന് ബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, RVS മണി സാർ പറഞ്ഞത് ഇപ്പോഴല്ല, ഇദ്ദേഹത്തിന് ഇത് തെറ്റാണ്. ഇത് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് 8 കൊല്ലം കണ്ടായി കഴിഞ്ഞപ്പോ. ഓക്കെ, അങ്ങേര് ജനം TVയിൽ അത് ഇന്റർവ്യൂ കൊടുത്തിട്ട്, പണ്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നിട്ട് ആ ജനം TV സൈറ്റിൽ അത് കിടപ്പുണ്ട് എപ്പോഴും. ഈ RVS മണി പറഞ്ഞ എല്ലാ കാര്യത്തിനും ഓക്കെ, സുനിൽ ഉന്നിത്താൻ എന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ ഉണ്ട്, അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിത്ത് റെക്കോർഡ്. രാഹുൽ ശിവശങ്കർ പണ്ട് ന്യൂസ് എക്സിൽ ഉണ്ടായിരുന്നു, പിന്നെ അയാൾ വേറെ ചാനലിലാണ്. അദ്ദേഹം RTA ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്ത റിപ്ലൈ ഉണ്ട് അതിൽ, അത് പോയി സാർ കാണണം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഓൺ റെക്കോർഡ് അഗെയിൻ ഹോം മിനിസ്ട്രിയുടെ ഫയൽസിലുള്ള റെക്കോർഡിലുണ്ടത്. ഈ അറ്റാക്ക് നടക്കുന്നത് രാത്രി ഒരു 8 മണിക്കാണ്. 2611 താജിലും ലിയോപോൾ കഫേ അബാദ് ഹൗസിലും ട്രൈഡന്റിലും. അപ്പോ അന്നത്തെ അണ്ടർ സെക്രട്ടറി ആരായിരുന്നു അറിയോ? ഈ RVS മണിയായിരുന്നു. എത്ര പേര് കൺട്രോൾ റൂമിലുണ്ടായിരുന്നു സാറിനറിയോ? ഒറ്റ ആള്. ബാക്കി എല്ലാവരും അന്ന് പാകിസ്ഥാനിലായിരുന്നു. പാകിസ്ഥാൻ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഹോം മിനിസ്ട്രിയിലെ ഹോം സെക്രട്ടറി തൊട്ട് അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി വരെ എല്ലാവരും പാകിസ്ഥാനിലായിരുന്നു. ഇദ്ദേഹത്തെ ലക്നൌവിലേക്ക് അയച്ചു. നിങ്ങൾ ലക്നൌവിൽ പോയി 3 ദിവസം അവിടെ താമസിക്കുകയോ, അത് കഴിഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്ത്, ഒരു കറൻസി കേസായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അന്ന് എന്ത് പറ്റുന്ന, അന്ന് ജഡ്ജ് വന്നില്ല, കേസ് അവിടെ പോസ്റ്റ്പോൺ ആയി. ഇദ്ദേഹം അന്നത്തെ ഉച്ചക്കലത്തെ ഫ്ലൈറ്റ് തിരിച്ച് ഡൽഹിക്ക് എത്തി കൺട്രോൾ റൂമിൽ പോയിരുന്നു. ആരുമില്ല. ഈ അറ്റാക്ക് നടക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയുടെ കൺട്രോൾ റൂമിൽ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നു, സെക്രട്ടറി ലെവലിൽ, അണ്ടർ സെക്രട്ടറി, അതും RVS മണിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ക്ലിയർ ആയിട്ട് ആ റെക്കോർഡിൽ പറയുന്നുണ്ട്, മാനേ സാർ ഫസ്റ്റ് ഇവരോട് ചോദിച്ചു, ശിവരാജ് പാട്ടീലോട് ചോദിച്ചു, ശിവരാജ് സിംഗ് ചൗഹാൻ അല്ല, അത് ആരോ സുശീൽ കുമാർ ഷിൻഡെ എന്ന് പറഞ്ഞ്, സുശീൽ ഇങ്ങേരോട് ചോദിച്ചു ശിവരാജ് പാട്ടീലിന്റെ അടുത്ത്, അവിടെ മുംബൈ എയർപോർട്ടിൽ CISF അവരെ കൊണ്ടുവരാം, ബിക്കോസ് അവർക്ക് ക്ലോസ് ക്വാർട്ടർ പ്രോക്സിമിറ്റി സെക്യൂരിറ്റി അവരുടെ അടുത്തുണ്ട്, അഡ്വാൻസ് വെപ്പൺസ് ഉണ്ട്. എന്താണ് ശിവരാജ് പാട്ടീൽ പറഞ്ഞറിയോ? നോട്ട് റിക്വയർഡ്. ഓക്കെ, അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് താജിന്റെ ഉള്ളിൽ. പിന്നെ പറഞ്ഞു വേണ്ട, അടുത്ത് CRPF തൊട്ടടുത്ത് തന്നെ ഉണ്ട് നവി മുംബൈ, അവരെ കൊണ്ടുവരാം. ശിവരാജ് പാട്ടീൽ പറഞ്ഞു പറ്റില്ല. ഓൺ റെക്കോർഡ് അഗെയിൻ. ഇതൊക്കെ പാർലമെന്ററി റെക്കോർഡ്സിലുണ്ട്, ഹോം മിനിസ്റ്റർ റെക്കോർഡിലുണ്ട്. പിന്നെ മൂന്നാമത്തത് NSGയെ വിളിക്കാന്ന് വെച്ചു, ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. അവരുടെ യൂണിറ്റിൽ നിന്ന് മാനേ സാറുണ്ട്, ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ ദൂരം. 8:30 അവരെ അറിയിപ്പിച്ചു. 10:30 11 മണിയായപ്പോൾ ഡൽഹിയിലെ പാലം ടെക്നിക്കൽ ഏരിയയിൽ എത്തി. പ്ലെയിൻ റെഡി, അവർ പ്ലെയിനിൽ കയറിയിരുന്നു. ശിവരാജ് പാട്ടീൽ പറഞ്ഞു നിങ്ങൾ പോകാൻ പാടില്ല. ഓൺ റെക്കോർഡ് സാർ, രജി സാർ പോയി ചെക്ക് ചെയ്തോളാം വേണമെങ്കിൽ. ഓൺ റെക്കോർഡ്. അത് കാരണമാണ് ശിവരാജ് പാട്ടീലിനെ കൊണ്ട് അന്ന് റിസൈൻ ചെയ്യിപ്പിച്ചത് മൻമോഹൻ സിംഗ്. ഇതൊക്കെ പിന്നെ പുറത്തു വന്നപ്പോ ഈ റെക്കോർഡാണ്. എന്നിട്ട് എന്ത് പറ്റി? ഇവര് ഫോൺ ചെയ്ത് റെക്കോർഡിൽ എഴുതി വെച്ചു ഹോം മിനിസ്ട്രിയിൽ. വിളിച്ചു ശിവരാജ് പാട്ടീൽ സാബ് തയ്യാർ ഹോ റെഡി ആവുകയാണ് സാർ. അവസാനം ഞാൻ പറയട്ടെ, കുറച്ചും കൂടി ഒരു 30 സെക്കൻഡ് കൂടെ. അവസാനം ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തത് രാത്രി 12:20 ഓക്കെ, 12:20 ടേക്ക് ഓഫ് ചെയ്തു. 8 മണിക്ക് 8:30 എത്തിയ ആൾക്കാർ ആലോചിച്ച് നോക്കും. 12:20 ഇവർ എത്തി. അത് കഴിഞ്ഞ് ഫൈനൽ ടേക്ക് ഓഫ് നടന്നത് 2:30 കാലത്ത് 2:30. അറ്റാക്ക് തുടങ്ങിയത് 8 മണിക്ക്, 2:30 ടേക്ക് ഓഫ് ചെയ്തത് ഡൽഹിയിൽ നിന്ന്. ഇവരെങ്ങാൻ അതിന് മുമ്പ് അവിടെ എത്തി 4-5 മണിക്കൂർ എത്തിങ്ങ ഈ 160 പേര് കൊല്ലപ്പെടുന്നില്ല. കുറെ പേര് രക്ഷപ്പെട്ടു പോയനെ. അതിലായിരുന്നു നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ ബാച്ചിൽ അങ്ങേർ കമാൻഡർ ആയിരുന്നു, ആ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന് ബ്ലാക്ക് കാറ്റ്. ഇതാണ് നടന്നത്. പിന്നെ അത് വേണ്ട, ശിവരാജ് പാട്ടീൽ എന്തിനാ ആ പ്ലെയിനിൽ പോകേണ്ടത്? അങ്ങേർക്ക് വേറെ എത്രയോ പ്ലെയിനിൽ, BSFന്റെ പ്ലെയിൻ ഉണ്ട്, ആർമിയുടെ പ്ലെയിൻ, അത് പോവാം. ഇവരെ എന്തിനാ തടഞ്ഞു നിർത്തിയത്? NSGയെ ഡൽഹിയിലെ ടെക്നിക്കൽ ഏരിയയിൽ 3.5 മണിക്കൂർ എന്തിനാണ് തടഞ്ഞു നിർത്തിയത്? അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് എന്ത് പറ്റിയറിയോ? അവിടെ ഇറങ്ങിയപ്പോ ഇതേ ശിവരാജ് പാട്ടീൽ പറയാണ്, എനിക്ക് ഗാർഡ് ഓഫ് ഓണർ വേണം.
അവിടെ ഒരു കൊലപാതകം അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് താജില്. പറയാം എനിക്ക് ഗാർഡ് ഓഫ് ഓണർ ഇല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല പ്ലെയിൻ. ഇന്നത്തെ ഇവർ ഇറങ്ങിയാൽ മതി NSTക്കാർ. അവിടെ അരമണിക്കൂർ ലേറ്റ് ആയി. പിന്നെ അവർ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന എന്താ അറിയാം, ഈ BESTയുടെ ബസ്, നമ്മുടെ അവിടുത്തെ KSRTC മാതിരി ബസ്, അതിലാണ് അവര് അവിടെ എത്തിച്ച. പിന്നെ ഒരു മണിക്കൂർ അതിനെടുത്തു. നമ്മൾ ആലോചിച്ചാൽ ഇതൊരു കോൺസ്പിറസി ആയിരുന്നു, ഒരു സംശയമില്ല അതില്. ഹോം മിനിസ്ട്രി റെക്കോർഡ്, ഒരു സെക്യൂരിറ്റി ഗാർഡുമാർ ഒരു കള്ളനെ കണ്ട വിടില്ല, അയാൾ അതിന് പിന്നിൽ നടക്കും. ചിദംബരം പറയണം, ഞങ്ങൾ പറഞ്ഞു വേണ്ട, സെർച്ച് ചെയ്യണ്ട, ആ ബോട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. ഇവര് മുംബൈയിൽ വന്ന് ഇറങ്ങി, കൊളാബ ഏരിയയിൽ കോലിവാടയിൽ ഇറങ്ങി. കോലിവാടയിൽ നിന്ന് നിങ്ങൾ വൈകുന്നേരം ഇപ്പോഴും പോയി നോക്കും, ഒരു ആളതി കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അന്ന് ഇവര് 8-10 പേരായിക്കൂടെ നടന്നുപോയി. അവർക്ക് ടാക്സി റെഡിയായിരുന്നു. കൊളാബയിൽ നിങ്ങൾക്ക് വൈകുന്നേരം ബുധവാർ പാർക്കിൽ ടാക്സി കിട്ടില്ല. ഈ ടാക്സി കിട്ടി, അന്ന് ഊബറൊന്നും ഇല്ല, അന്ന് ഊബർ ഓലയൊന്നും ഇല്ല. ടാക്സി റെഡിയായിരുന്നു, കാശ് കൊടുത്തു, ഇവരവിടെ എത്തിച്ചു ഓരോ സ്ഥലത്ത്. ലിയോപോൾ കഫേ, താജ്, ട്രൈഡന്റ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ കണ്ടത് ഹബാദ് ഹൗസ്. ആരെത്തിച്ചു, എങ്ങനെ എത്തിച്ചു? ഓക്കെ.